ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് നാം എല്ലാവരും തന്നെ. മത്സര പരീക്ഷകൾ എന്ന് പറയുമ്പോൾ തന്നെ നോം ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്, ക്രൈറ്റീരിയ ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്. ക്രൈറ്റീരിയ ബേസ്ഡ് ടെസ്റ്റ് നമുക്കറിയാം എന്താണ്, നിശ്ചിതമായിട്ടുള്ള ഒരു ശതമാനം മാർക്ക് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. അതിന് മുകളിലേക്ക് മാർക്ക് വാങ്ങിയാൽ മാത്രം, അല്ലെങ്കിൽ ആ മാർക്ക് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രം ആ പരീക്ഷ നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. UGC നെറ്റ് പോലുള്ള പരീക്ഷകൾ, നമ്മുടെ PSC പരീക്ഷകളടക്കം എന്താണ്, നോം ബേസ്ഡ് ടെസ്റ്റ് ആണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, ആ വിദ്യാർത്ഥികളുടെ നിലവാരം, ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, ഈസി ആണോ ടഫ് ആണോ, ഇങ്ങനെ ഒത്തിരി ക്രൈറ്റീരിയകൾ മുന്നിൽ വെച്ചുകൊണ്ട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിത ശതമാനം മാർക്ക് തീരുമാനിക്കുകയും അതിനനുസരിച്ച് ആ മാർക്ക് കിട്ടിയവർക്കും അതിന് മുകളിലേക്ക് പോയവരും പാസ്സാകുന്ന പരീക്ഷകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോം ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ UGC നെറ്റ് എക്സാം എന്താണ്, ഒരു നോം ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമുക്കറിയാം ഓരോ വർഷങ്ങളിലും ഓരോ തവണ പരീക്ഷ നടക്കുന്ന സമയത്തും വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫ് ആണ് UGC നെറ്റ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. അപ്പൊ UGC നെറ്റ് മലയാളം പരീക്ഷയിലെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഏറ്റവും അവസാനം 2024 ജൂണിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാണ്? അതിന് തൊട്ട് മുമ്പ് നടന്ന പരീക്ഷ 2023 ഡിസംബറിൽ നടന്ന നെറ്റ് എക്സാമിന്റെ കട്ട് ഓഫിൽ നിന്ന് എത്ര വ്യത്യാസമാണ് വന്നിരിക്കുന്നത്? കട്ട് ഓഫ് കൂടുകയാണോ കുറയുകയാണോ? കട്ട് ഓഫിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ടോ? ഈ കട്ട് ഓഫിന് മുകളിൽ കയറുന്ന, അതായത് നെറ്റ്, JRF, PhD ഓൺലി തുടങ്ങിയ ഇനങ്ങളിൽ ക്വാളിഫൈഡ് ആകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഇത്തരം കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് UGC നെറ്റ് പരീക്ഷയ്ക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട്, നെറ്റ് ക്വാളിഫൈ ചെയ്ത് കോളേജുകളിൽ അധ്യാപകരാക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് JRF നേടി റിസർച്ചിലേക്ക് PhDയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ മാറി വരുന്ന കട്ട് ഓഫുകൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ പഠന നിലവാരത്തിൽ, നമ്മൾ പഠിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുകയും വേണം. അപ്പൊ ഈ വീഡിയോയിലൂടെ കഴിഞ്ഞ 3 പ്രാവശ്യങ്ങളായിട്ട് നടന്നിട്ടുള്ള, അതായത് 2023 ജൂണിൽ നടന്ന നെറ്റ് പരീക്ഷ, അതിനുശേഷം നടന്നത് 2023 ഡിസംബറിലാണ്, പിന്നീട് നടന്ന ഒരു പരീക്ഷ റദ്ദാക്കി എന്ന് നമുക്കറിയാം. അതിനുശേഷം പരീക്ഷ നടക്കുന്നത് എപ്പോഴാണ്? 2024 ജൂണിലാണ്. അപ്പോ ഈ 3 പരീക്ഷകൾക്കും മലയാളം വിവിധ കാറ്റഗറിയിൽ, UGC നെറ്റ് മലയാളം പരീക്ഷകളിൽ വിവിധ കാറ്റഗറിയിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് എത്രയാണ്, എന്തൊക്കെ മാറ്റമാണ് 2023 ജൂണിൽ നടന്ന പരീക്ഷയിൽ നിന്ന് 24 ജൂണിൽ നടന്ന പരീക്ഷയിലേക്ക് എത്തുമ്പോൾ കട്ട് ഓഫ് കൂടുകയാണോ ചെയ്തിട്ടുള്ളത്, കുറയുകയാണോ ചെയ്തിട്ടുള്ളത്, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, നമുക്ക് കട്ട് ഓഫ് അറിഞ്ഞു പഠിക്കാം. UGC നെറ്റ് മലയാളം പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ UGC നെറ്റിന്റെ ഏത് സബ്ജക്റ്റുകളാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എത്രയാണ് എന്ന്. ഓരോ വർഷം കഴിയും തോറും കട്ട് ഓഫിൽ എന്ത് മാറ്റമാണ്, എന്ത് പ്രകടമായ മാറ്റമാണ് വരുന്നത് എന്ന്. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 2024 ജൂൺ, അതിന് മുമ്പ് നടന്നത് 2023 ഡിസംബർ, 2023 ജൂൺ. അപ്പോൾ ഈ 3 പ്രാവശ്യം നടന്നിട്ടുള്ള നെറ്റ് മലയാളം പരീക്ഷകളിലെ വിവിധ കാറ്റഗറികളിലെ കട്ട് ഓഫ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറി, ദാറ്റ് മീൻസ് നമ്മുടെ ജനറൽ കാറ്റഗറി, പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWC, OBC, SC, ST, ഈ 4 കാറ്റഗറിയിലുള്ള സ്കോറുകളാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്തത്. അത് തന്നെ JRF, അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി, അതായത് നെറ്റ് ക്വാളിഫൈഡ്, PhD ക്വാളിഫൈഡ്, ഇങ്ങനെ 3 ഭാഗങ്ങളാക്കി തിരിച്ച് എന്ത് മാറ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന്റെ കഴിഞ്ഞ 3 പ്രാവശ്യമായി നടന്ന പരീക്ഷകളിലെ കട്ട് ഓഫ് സ്കോർ ആണ്. അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടുന്ന കട്ട് ഓഫ് സ്കോർ ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, 2023 ജൂൺ എക്സാം, UGC നെറ്റ് എക്സാം കട്ട് ഓഫ് സ്കോർ എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടുന്ന അതേ PDF നിന്നുള്ള, അതായത് UGCയുടെ സൈറ്റിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് സ്കോർ തന്നെയാണ് ഈ ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു
കട്ട് ഓഫ് ഷീറ്റിന്റെ PDF ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്ന നിലയിലാണ് ഈ 5 കാറ്റഗറി അൺറിസർവ്ഡ്, ദാറ്റ് മീൻസ് ജനറൽ കാറ്റഗറി, EWS, OBC, SC, ST എന്നിവ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ, സ്ക്രീൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. 2023 അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 190 ആയിരുന്നു JRF സ്കോർ. അത് 2023 ഡിസംബറിൽ എത്തുമ്പോൾ 196 ആയിട്ട് മാറി. ദെൻ 2024 ജൂണിൽ എത്തുമ്പോൾ അത് 200 ആയി. അപ്പൊ ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ ജനറൽ കാറ്റഗറിയിലെ JRF കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് കഴിഞ്ഞ പരീക്ഷയുടേതാണ്, 200 ആണ്. അപ്പൊ ഓരോ വർഷം കൂടി ചെല്ലും തോറും, അല്ലെങ്കിൽ ഓരോ വട്ടം പരീക്ഷ കഴിയും തോറും JRFിലേക്കുള്ള കട്ട് ഓഫ് സ്കോർ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്വാളിഫൈ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് 100 പേര് എഴുതിയാൽ അതിൽ 6%, അതായത് 6 പേർക്കാണ് എന്ത് കിട്ടുന്നത്, നെറ്റ് കിട്ടുന്നത്. അതിൽ ഒരു കുട്ടിക്കാണ് എന്ത് കിട്ടുന്നത്, JRF കിട്ടുന്നത്. ഇതെന്താണ് പൊതുവെയുള്ള ഒരു റൂളാണ്. അപ്പൊ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കട്ട് ഓഫ് സ്കോർ കണ്ടല്ലോ, ഓരോ പ്രാവശ്യം കൂടി വരികയാണ്. EWSന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം ചെറിയൊരു വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും, അതായത് 2023 ഡിസംബറിൽ നടന്ന നെറ്റ് പരീക്ഷയുടെ JRF കട്ട് ഓഫിനെക്കാട്ടും കുറവായിരുന്നു ഇപ്രാവശ്യം എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ JRF കട്ട് ഓഫ് വന്നത്. അപ്പൊ 2023 ജൂണിൽ അത് 184 ആയിരുന്നു. 2023 ഡിസംബറിൽ എത്തുമ്പോൾ അത് വളരെയധികം കൂടി 192 ആയി. ഇപ്പൊ വീണ്ടും കുറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന ഒരു കാറ്റഗറിയാണ് OBC എന്ന് പറയുന്നത്. ഇവിടെയും വലിയ വർധനവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കട്ട് ഓഫ് സ്കോറിൽ വലിയ മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2023 ജൂണിൽ നടന്ന പരീക്ഷയില് OBC കാറ്റഗറിയുടെ കട്ട് ഓഫ് സ്കോർ 180 ആയിരുന്നു. 13 പേരാണ് ക്വാളിഫൈ ചെയ്തത്. പിന്നീട് 2023 ഡിസംബർ ആകുമ്പോഴേക്കും 186 ആയി. ഏറ്റവും അവസാനം നടന്ന പരീക്ഷയ്ക്ക് അത് 192 ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. SC ST കാറ്റഗറിയിലും ഇതേ വർധനവ് കാണാനായിട്ട് സാധിക്കും. 2023 ജൂണിൽ നടന്ന പരീക്ഷയിലെ SSC കാറ്റഗറിയിൽ 172 ആയിരുന്നു JRF സ്കോർ. 4 പേരാണ് ക്വാളിഫൈ ചെയ്തത്. പിന്നീട് നടന്ന പരീക്ഷ 2023 ഡിസംബർ ആകുമ്പോൾ അത് 174 ആയി. 2024 ജൂൺ ആകുമ്പോൾ അത് 184 ആയി. ST കാറ്റഗറിയിലും ഇതേ രീതിയിലുള്ള മാറ്റം കാണാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ST കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേരിയേഷൻ, ചിലപ്പോൾ കൂടുന്നു ചിലപ്പോൾ കുറയുന്നു എന്ന രീതിയിലുള്ള ഒരു വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2023 ഡിസംബറിൽ നടന്ന പരീക്ഷയിലെ ST കാറ്റഗറിയുടെ JRFിനുള്ള കട്ട് ഓഫ് വളരെയധികം കുറവായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് അതിനനുസരിച്ചിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. JRFന്റെ സ്കോറിനനുസരിച്ച് ഞാൻ ഉൾപ്പെടുന്ന കാറ്റഗറിയിൽ എങ്ങനെയാണ് ഇപ്പോൾ മാറ്റം വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ പഠന നിലവാരം, നമ്മൾ പഠിക്കാൻ എടുക്കുന്ന എഫേർട്ട് കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക്കാനും ശ്രമിക്കണം. അടുത്തത് നെറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഒരു പക്ഷെ ചിലർക്കെങ്കിലും, ഒരു 10 പേരിൽ ഒരാൾക്കെങ്കിലും റിസർച്ചിനോട് താല്പര്യം ഇല്ലാത്തവരെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ പോലും നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു വലിയ ലക്ഷ്യമായിട്ട് കൊണ്ട് നടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നെറ്റിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷനിലേക്കുള്ള നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക്, കട്ട് ഓഫ് എത്രയാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ JRFന് നോക്കിയ പോലെ 3 പരീക്ഷകളിലെ കട്ട് ഓഫ് മാർക്കാണ്, നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള കട്ട് ഓഫ് മാർക്കാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. നോക്കൂ, ആദ്യം അൺറിസർവ്ഡ് കാറ്റഗറിയുടെ നോക്കാം. 2023 172 ആയിരുന്നു സ്കോർ. 2023 ഡിസംബർ എത്തുമ്പോഴേക്കും അത് 170 ആയി. 2024 8 മാർക്കോളം വർദ്ധിച്ച് 178 ആയി കട്ട് ഓഫ് സ്കോർ. നേടുന്ന കുട്ടികളുടെ എണ്ണത്തിലും നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ കാര്യത്തിലും നെറ്റിന്റെ കട്ട് ഓഫ് സ്കോർ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം 154 ആയിരുന്നു, പിന്നെ അത് 152 ആയി, പിന്നെ 164 ആയി. OBCയുടെ കാറ്റഗറി കാര്യത്തിൽ അങ്ങനെയാണ്. 2023 ജൂണിലെ 160 മാർക്ക് ഉണ്ട് വെച്ചാൽ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. 2023 ഡിസംബറിൽ എത്തുമ്പോൾ അതിനൊരു മാറ്റം വന്നു, 158 ആയി എന്ത് സ്കോർ, നെറ്റിന്റെ കട്ട് ഓഫ് സ്കോർ. 2024 ജൂണിൽ നടന്ന ഏറ്റവും അവസാനം നടന്ന പരീക്ഷയിൽ 164 ആണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള കട്ട് ഓഫ് വന്നത്. SC STയുടെ കാര്യത്തിലും ഈ ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കും. 2023 ജൂണിൽ 148, ഡിസംബറിൽ 142, 2024 ജൂണിൽ അത് 148 തന്നെയായിട്ട് നിലനിൽക്കുന്നതായിട്ട് സാധിക്കും. പിന്നെയും വലിയൊരു മാറ്റം ST കാറ്റഗറിയിലാണ്.
ഓരോ പ്രാവശ്യം ചെല്ലും തോറും നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും. 2023 ഡിസംബറിൽ നടന്ന പരീക്ഷയിൽ 134 മാർക്ക് കിട്ടിയാൽ ST കാറ്റഗറിയിൽ പെടുന്ന ഒരാൾക്ക് എന്ത് കിട്ടിയേനെ? നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചേനെ. പക്ഷെ 2024 ജൂണിലേക്ക് ആകുമ്പോഴേക്കും അവിടെ വലിയൊരു മാറ്റം വന്നു. 134 അത് എത്രയിലേക്ക് എത്തി? 156 എത്തി. അപ്പൊ നെറ്റ് ക്വാളിഫൈ ചെയ്യാനും എന്താണ് കഴിഞ്ഞ പരീക്ഷയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം നെറ്റിന്റെ സ്കോറിൽ, കട്ട് ഓഫ് സ്കോറിലും ഓരോ കാറ്റഗറിയിലും വളരെയധികം വർധനവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ നോക്കൂ, 2023 ഡിസംബറിനേക്കാൾ 2024 ജൂണിൽ നടന്ന പരീക്ഷയിലെ കട്ട് ഓഫ് സ്കോർ വളരെയധികം കൂടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2024 ജൂണിൽ നടന്ന UGC നെറ്റ് പരീക്ഷ വളരെയധികം മാറ്റങ്ങളോട് കൂടിയിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. അതിലെ പരീക്ഷയിലും റിസൾട്ടിലും വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം, അതുവരെ 2 കാറ്റഗറിയിലാണ് നമുക്ക് റിസൾട്ട് വന്നിരുന്നത്. ക്വാളിഫൈഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി, ക്വാളിഫൈഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, നെറ്റ് ആൻഡ് JRF. പക്ഷെ ഇതിവിടെ മൂന്നാമതൊരു കാറ്റഗറി കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്, PhD ഓൺലി എന്നുള്ളത്. അപ്പൊ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ അതിനു മുമ്പുള്ള റിസൾട്ടുകൾ ഒന്നുമില്ല. ഏറ്റവും ആദ്യമായിട്ട് PhD അഡ്മിഷന് വേണ്ടിയിട്ട് UGC നെറ്റ് എക്സാമിന്റെ സ്കോർ പരിഗണിച്ചത് 2024 ജൂണിൽ നടന്ന പരീക്ഷയിലാണ്. അപ്പൊ നോക്കൂ, PhD ഓൺലി, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സ്കോർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റികളിലെ PhD അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഈ സ്കോറിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. അപ്പൊ 2024 ജൂണില് ജനറൽ കാറ്റഗറിയിൽ 154 PhD അഡ്മിഷന് വേണ്ട കട്ട് ഓഫ് വന്നത്. എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ 144, OBC സെക്ഷനിൽ 142, SC സെക്ഷനിൽ 130, ST സെക്ഷനിൽ 132 PhD അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് സ്കോർ വന്നത്. അപ്പോ PhD പ്രവേശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ കൃത്യമായിട്ട് ഈ സ്കോറിന്റെ മുകളിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട്, നേടിയെടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇതുവരെ നമ്മൾ അനാലിസിസ് ചെയ്തതിൽ നിന്ന് ഓരോ വർഷം കഴിയും തോറും JRF നെറ്റിനാണെങ്കിലും ഇനി നടക്കുന്ന പരീക്ഷയിൽ PhD അഡ്മിഷൻ ഓൺലി എന്ന കാറ്റഗറിക്കാണെങ്കിലും കട്ട് ഓഫ് നിലവിലുള്ളതിനേക്കാൾ കൂടും എന്നുള്ള രീതിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ച് ഇത് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിലും കുറവ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പരീക്ഷയുടെ കട്ട് ഓഫ് എന്താണെന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുതിയ മാറുന്ന പാറ്റേണുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചിട്ടയായിട്ടുള്ള പഠനം, കൃത്യമായിട്ടുള്ള പഠനത്തിനോടൊപ്പം റിവിഷൻ, ഇതാണ് നമ്മുടെ മുമ്പിൽ ഈ JRFലേക്ക് എത്താനുള്ള, ഇത്രയും അധികം ഉയർന്ന കട്ട് ഓഫ് നേടി പരീക്ഷ പാസ്സാകാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കൃത്യവും ചിട്ടയോടും കൂടിയിട്ടുള്ള പഠനവും റിവിഷനും മാത്രമാണ്. കട്ട് ഓഫിൽ വന്നിട്ടുള്ള മാറ്റം പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ചോദ്യ പേപ്പറുകളിലെ ചോദ്യ രീതി അല്ലെങ്കിൽ ചോദ്യ രൂപങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ മാറ്റമാണ് 2023 റദ്ദാക്കിയ, 2024 ക്യാൻസൽ ചെയ്ത പരീക്ഷയാണെങ്കിലും അതിനുശേഷം 2024 ജൂണിൽ നടന്ന പരീക്ഷയാണെങ്കിലും 20ഓളം ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കാലഗണനാക്രമത്തെ മുൻനിർത്തിയാണ്. അതായത് കൃതികൾ പ്രസിദ്ധീകരിച്ച വർഷം, രചിച്ച വർഷം, കവികൾ ജനിച്ച വർഷം തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ചിട്ട് കാലഗണനാക്രമത്തിൽ എഴുതുക. അതുപോലെ തന്നെ ക്രമത്തിൽ എഴുതുക. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ കാണ്ഡങ്ങളുടെ ശരിയായ ക്രമം, കേരള പാണ്ഡ്യത്തിലെ വിഭക്തികാരികയിൽ വിഭക്തി കൊടുത്തിരിക്കുന്നതിന്റെ ശരിയായ ക്രമം, ഇത്തരത്തിൽ കാലഗണനയ്ക്കും ക്രമത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ്. ഇതാണ് പ്രകടമായിട്ട് ചോദ്യപേപ്പറുകളിൽ കാണുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ കുറച്ചു കൊല്ലം മുമ്പുള്ള, അതായത് കൊറോണയ്ക്ക് മുമ്പുള്ള ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യം കാരണം എന്ന രീതിയിലുള്ള പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് മുൻഗണന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അതുപോലെ തന്നെ ചേരുംപടി ചേർക്കുക, കവിതയിലെ വരികൾ തരിക, നോവല്, കഥ, കവിത തന്നിട്ട് രചയിതാക്കളെ കണ്ടുപിടിക്കുക, നാടകം, സിനിമയിലെ വരികൾ തരിക, ഏത് സിനിമയിലേതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചേരുംപടി ചേർക്കുക എന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങൾ. പിന്നെ കവിതാവരികൾ പ്രാചീന കവിത, ആധുനിക കവിത, ഉത്തരാധുനിക കവിത, സമകാലിക കവിത, ഈ കവിതകളിലെ വരികൾ തന്നിട്ട് കവിത ഏതാണെന്നും കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ കവി ആരാണ്, രചയിതാവ് ആരാണ് എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്തിട്ട് മാച്ച് ദി ഫോളോയിങ് കറക്റ്റ് ആയിട്ട് നോക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒറ്റ ചോദ്യങ്ങളായിട്ടും വരുന്നുണ്ട്. കൃതി രചയിതാക്കൾ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ മാറി വരുന്ന ചോദ്യ പാറ്റേണുകൾക്ക് അനുസരിച്ച് പഠിച്ചാൽ മാത്രമാണ്
എന്ത് നമുക്ക് നെറ്റ് JRFോട് കൂടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താവും, ഒരു ചോദ്യം തരികയാണ്, എന്നിട്ട് MT വാസുദേവൻ നായരുടെ നോവലുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഗണം തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷനിലെ എയും ബിയും ശരി, ഡി മാത്രം ശരി, സി മാത്രം തെറ്റ്, എയും ബിയും സിയും ശരി, എയും ബിയും ഡിയും ശരി, അങ്ങനെയുള്ള ഒരു പാറ്റേൺ തരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. കൃത്യമായിട്ട് എല്ലാ നോവലുകളും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ മാത്രമാണ് ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും, സ്ക്രീനിൽ കാണുന്ന ആ ഒരു സിനിമയിലെ സന്ദർഭം, ഒന്നിന്റെ ആൻസർ എന്താ എന്ന രീതിയിൽ നമ്മൾ ഇരിക്കും അല്ലെ. അപ്പൊ കൃത്യവും ചിട്ടയുമായിട്ടുള്ള പഠനം മാത്രമാണ് നിലവിലെ ചോദ്യപേപ്പറിന്റെ രീതി അനുസരിച്ചും കട്ട് ഓഫിന്റെ രീതി അനുസരിച്ചും നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. കൃത്യവും ചിട്ടയുമായിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ JRF എന്നുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്കൊരു പിന്തുണ, സഹായം, ഒരു സ്കഫോൾഡിംഗ് ആവശ്യമാണ് എങ്കിൽ ടീം I+ന്റെ ലളിതം മലയാളം ടീം നിങ്ങളോട് കൂടെയുണ്ട്. UGC നെറ്റ് മലയാളം പരീക്ഷ, HSA HSST പരീക്ഷ, കേരള സെറ്റ് മലയാളം പരീക്ഷ, കേട്ടറ്റ് കാറ്റഗറി 3 മലയാളം പരീക്ഷ എന്നിങ്ങനെ മലയാള ഐച്ഛിക വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ മത്സര പരീക്ഷകൾക്കുള്ള അവൈലബിൾ ആണ്. അതിൽ എക്സ്പെഷ്യലി നമ്മൾ നെറ്റിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. നെറ്റിന്റെ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, നോട്ടുകൾ, കൃത്യമായിട്ട് ഓരോ ഇതളുകളിലെയും ഓരോ മൊഡ്യൂളുകൾ കഴിയുമ്പോൾ എന്താണ് 2 വീതം മോക്ക് ടെസ്റ്റുകൾ, ഓരോ യൂണിറ്റുകൾ കഴിയുമ്പോൾ കൃത്യമായിട്ട് 100 ചോദ്യങ്ങൾ അടങ്ങുന്ന അധ്യായ പരീക്ഷകൾ, ഓരോ 3 യൂണിറ്റുകൾ കഴിയുമ്പോഴും മെഗാ യൂണിറ്റ് ടെസ്റ്റുകൾ, മുൻകാല ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന 100-ലധികം സെഷനുകൾ എന്നിവയെല്ലാം കൂടിക്കൊണ്ട് ടീം I+ സജ്ജമാണ്. അപ്പൊ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഒരു സഹായം, ഒരു സ്കഫോൾഡിംഗ് ആവശ്യമാണ് എങ്കിൽ I+ന്റെ മോക്ക് ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ 2025 ജനുവരിയിലേക്കുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നൽകുവാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീ ലൈവ് ടോപ്പിക് ഡിസ്കഷൻ സീരീസുമായിട്ട് I+ എത്തുകയാണ്. അതിൽ ഇതൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, മറ്റു ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ ഫ്രീ ലൈവ് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ലളിതം മലയാളം ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മോക്ക് ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കൃത്യമായും ചിട്ടയോടുകൂടിയും പഠിച്ച് ഇപ്രാവശ്യം വരുന്ന 2025 ജാനുവരിയിൽ വരുന്ന UGC നെറ്റ് എക്സാം JRFോട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. താങ്ക് യു.